ഉള്ള ഓരോ വ്യക്തികളും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. കാരണം അവരൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധങ്ങളാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ അതൊരു പട്ടം പോലെയാണ്. അതിന്റെ കൺട്രോൾ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കാൻ പറ്റും. ശരിക്ക് നമുക്കൊരു നല്ല രീതിയിലൊരു കണക്ഷൻ, ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ആ ബോണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ആ ഒരു കണക്ഷൻ എത്രത്തോളം നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നു അത്രത്തോളം നമുക്ക് അതിനെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കാൻ പറ്റും. ഇപ്പോ നമ്മുടെ ടീം ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അതിനകത്തൊരു ബന്ധം ഉണ്ടെങ്കിൽ, അതിനകത്തൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഉയരത്തിലേക്ക് പോകാൻ സാധിക്കും അല്ലെ. നമ്മൾ അതിന്റെ നൂല് എത്രത്തോളം വിട്ടുകൊടുക്കുന്നു, അതിനെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഉയരത്തിൽ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് അതിനേക്കാളൊക്കെ കഴിവുണ്ട് എന്ന് സ്വയം ഒരു തോന്നൽ വന്ന് നമ്മൾ ആ കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, ഒരു പട്ടം നല്ല രീതിയിൽ മനോഹരമായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുകയാണ് ആ പട്ടത്തിന്റെ നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ഒരുപാട് ഉയരത്തിലേക്ക് പറക്കുമല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് അല്ലെ പലപ്പോഴും. പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തിൽ അതെന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉയരത്തിലേക്ക് പറക്കും. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിക്കും, ഏതെങ്കിലും ഒക്കെ ഒരു കെട്ടിടത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മലഞ്ചെരുവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അത് എന്ത് ചെയ്യും, തനിയെ പതിച്ചു പോകും അല്ലെ. അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ട് അത് തനിയെ എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് പതിക്കും. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ടീമിനകത്ത്, നമ്മുടെ ഫാമിലിയുടെ അകത്ത് നമ്മൾ ബന്ധങ്ങളെ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഹൈയിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നല്ല രീതിയിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ്വർക്കിനകത്തും നമ്മുടെ കുടുംബത്തിനകത്തും നമ്മുടെ സൊസൈറ്റിക്കകത്തൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഫിസിയോളജി ആൻഡ് ന്യൂറോളജി ആൻഡ് സൈക്കോളജി എന്നുള്ള ഒരു മൂന്ന് കാര്യത്തെ കണക്ട് ചെയ്തുകൊണ്ടാണ്. PNP, അത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് നമുക്കത് എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് സ്ട്രാറ്റജികളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു ടീം മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, നല്ല രീതിയിൽ സ്ട്രാറ്റജികൾ മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു 30 to 35% ആണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ കുറെ ലീഡേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. ലീഡേഴ്സ് എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും എന്താണ്, നമ്മൾ ഓരോരുത്തരും ലീഡേഴ്സ് ആണെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടിരിക്കുക. അപ്പോ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ല രീതിയിൽ മനോഹരമായ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, മനോഹരമായ വസ്ത്രധാരണം നമുക്കുണ്ട്. കുറെ ആൾക്കാരൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെന്ന് പറയുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ചെറിയ കാര്യത്തെ കുറിച്ചല്ല. നമ്മൾ സംസാരിക്കുന്നത്, ആദ്യമായി സംസാരിക്കുന്നത് ലക്ഷങ്ങളെ കുറിച്ചാണ്, പിന്നീട് നമ്മൾ സംസാരിക്കുന്നത് കോടികളെ കുറിച്ചാണ്, അതിനേക്കാൾ ഉപരി നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിന്റെ മനോഹാരിതയെ കുറിച്ചാണ് അല്ലെ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇത് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമാണ്. നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണെന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം സെഷൻ എടുത്ത നമ്മുടെ ലിബി സാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ പ്രൊജക്റ്റ് ഒരിക്കലും ഒരു എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം അല്ല എന്നുള്ളത് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം വരുന്ന 224 പേർക്കും എന്ത് ചെയ്യാം, അറിയാം. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം അല്ല. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വരുന്നു, അതിനെ അഡ്വാൻസ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ അതിനെ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു 25% ടോക്കൺസ് നമുക്ക് അഡീഷണൽ ഏൺ ചെയ്യാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു 40% റെഫറൽ കമ്മീഷൻ കിട്ടുന്ന, ഒരു 8% ലെവൽ കമ്മീഷൻ കിട്ടുന്ന, ഏതൊരു സാധാരണക്കാരനും ഒരു 3 കോൺട്രാക്ട് മുതൽ
ഒരു 6 കോൺട്രാക്ട് വരെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ പൂൾ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. അതിന് നമ്മൾ ആ രീതിയിൽ തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും ഒരു മിസ്ലീഡിങ്ങിലൂടെ എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രൊജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യരുത്. മിസ്ലീഡിങ്ങിലൂടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പട്ടമായിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉയരത്തിൽ പറക്കും. നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു മിസ്ലീഡിങ്ങിലൂടെ പോയി നല്ല രീതിയിൽ വരുമാനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളുകളിൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തികളെ ഈ ഒരു പ്രോഗ്രാം അങ്ങനെയല്ല, ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം ആണ്, ഇവിടെ അഫിലിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താവും, ആ കണക്ഷൻ ഡിസ്കണക്ട് ആവും. ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെന്താണ്, നമ്മള് നൂലറ്റ പട്ടം പോലെ എന്ത് ചെയ്യേണ്ടി വരും, പറന്നു പോകേണ്ടി വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വീണ് പോകും. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു തുടക്കത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം. എന്തായാലും നമുക്ക് നല്ലൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് മുന്നിൽ നമ്മുടെ സ്ലൈഡ് കണക്ട് ചെയ്തുകൊണ്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സ്ലൈഡ് കാണാലോ? അല്ലേ, ബോഡി, ബ്രെയിൻ ആൻഡ് മൈൻഡ്. ഞാൻ അതിനെ കുറച്ചുകൂടി സിമ്പിൾ ആക്കിയതാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാനും ഒരു സാധാരണക്കാരനാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്, ഒരുപാട് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ എല്ലാ തരം കാറ്റഗറി ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് നെറ്റ്വർക്കിന്റെ കുറച്ച് ചലഞ്ച് ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ സക്സസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ബോഡി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈ സം സക്സീഡ് ഫാസ്റ്റർ, ഐഡന്റിഫൈങ് കീ ഫാക്ടേഴ്സ് ഫോർ ഗ്രോത്ത് അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വേഗത്തിൽ വിജയിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്കുള്ള കുറച്ച് പ്രധാന ഘടകങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സക്സസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് often comes down to certain key factors: effective communication, a strong support system, and consistent daily actions contribute significantly to faster growth അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് എപ്പോഴും അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും മാത്രമേ, അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് അത് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വേഗത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഒരു പോസിറ്റീവ് മനോഭാവം സ്വീകരിക്കുക എന്നുള്ളതാണ്. പരാജയങ്ങൾ നമുക്ക് പല ടൈമിലും പല രീതിയിലുള്ള പരാജയങ്ങൾ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. പരാജയങ്ങൾ നേരിട്ടിട്ടുള്ളവർ ശരിക്കും പറഞ്ഞാല് അറിവിനേക്കാൾ ഉപരി വിജ്ഞാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്ന ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരെത്തിയിട്ടുണ്ടാവും. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് മുമ്പ് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് അവർക്ക് നല്ല രീതിയിൽ ധാരണ ഉണ്ടാവും. വീണ്ടും ഒരാള് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു വ്യക്തി, ഒരു ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തി ഒരിക്കലും വീണ്ടും എന്ത് ചെയ്യില്ല, ആ തെറ്റിനെ ആവർത്തിക്കില്ല. പകരം ചെയ്യാന്ന് പറയുന്നത് ആ തെറ്റിൽ നിന്നും നല്ല രീതിയിൽ ഒരു ഏറ്റവും നല്ല രീതിയിൽ ഒരു പെർഫോമർ ആയിട്ട് മാറണം, ഇതിൽ നല്ല രീതിയിൽ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യണം, ഒരുപാട് പേർക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം.
ആ ഒരു രീതിയിൽ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ശക്തമായ ഒരു ടീമിനെ കെട്ടിപ്പടുക്കുകയും അവരെ നല്ല വേഗത്തിൽ വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ആ ടീമിനെ നമുക്കൊരു സക്സസിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്യാപ്ഷനിൽ നമ്മൾ കണ്ടതുപോലെ എന്താണ്, ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിയാണ്. നമുക്ക് ഈ ഒരു 3 കാര്യങ്ങളെ നമ്മൾ കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ട്രാറ്റജികളൊക്കെ നമുക്കൊരു 30-35% ആണെങ്കിൽ ഈ ഒരു 3 കീ പില്ലേഴ്സ് നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 60-65% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈലി പെർഫോമർ ആയി മാറാൻ പറ്റും. നല്ല രീതിയിൽ ഒരു 3 കീ പില്ലേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സക്സസിലേക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതിലെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. ബോഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ശാരീരിക ഘടനയുമായി ബന്ധപ്പെട്ടതും. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടതും, അതുപോലെ തന്നെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഇവിടെ ഫോക്കസിങ് ഓൺ യുവർ ഫിസിക്കൽ ഹെൽത്ത് ബൂസ്റ്റ് എനർജി ആൻഡ് റെസിലിയൻസ് എസെൻഷ്യൽ ഫോർ ത്രൈവിംഗ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നോ അത്രത്തോളം നമുക്ക് എന്തുണ്ടാവും, ഊർജവും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയും ഒക്കെ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തില് ഊർജവും പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അത് നമ്മുടെ നെറ്റ്വർക്കിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിരിക്കും. കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു എന്താ പറയാ, ഒരു നമ്മുടെ പോസ്റ്ററിംഗ് ഒക്കെ ഒരു ഒടിഞ്ഞു തൂങ്ങിയ രീതിയിൽ, ഒരു വളഞ്ഞിരിക്കുന്ന രീതിയിലേക്കൊക്കെ പോയി കഴിയുന്നതും, അതല്ലെങ്കിൽ നമ്മളൊന്ന് സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് നല്ലൊരു ഫിസിക്കൽ ഹെൽത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ടാവും അല്ലെ. അത് മാത്രമല്ല നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതും, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതും അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കഴിവിനെ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ മികച്ച തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ റോള് അല്ലെങ്കിൽ ന്യൂറോളജി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ റോള് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പല കാര്യങ്ങളും നമ്മൾ എന്താ പറയാ, തീരുമാനം എടുക്കുന്നത് പ്രധാനമായും നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ മനസ്സിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് അല്ലെ. അപ്പോ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെല്ലുവിളികളെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടീമിനകത്ത് ഒരു വളർച്ച ഉണ്ടാവാനും അവരെ നല്ല രീതിയിൽ നമുക്ക് പ്രചോദിപ്പിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കുക, നമ്മുടെ ചിന്തകള് നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പകർന്നു നൽകേണ്ട കാര്യം എന്ന് പറയുന്നത് അറിവാണ്. എത്രത്തോളം നമ്മൾ പുതിയതായിട്ട് ലേണിങ്സ് എടുക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ആവാൻ സാധിക്കുന്നുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം നമ്മുടെ ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് ഫ്യൂൽ യുവർ സക്സസ് ടിപ്പ് ഫോർ എൻഹാൻസിങ് യുവർ ബോഡീസ് പെർഫോമൻസ്. ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിജയത്തിന് നമുക്ക് ഒരു ഫ്യൂവൽ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയാ പെർഫോമൻസ് നമ്മൾ ഹൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ പറഞ്ഞു പോകാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ആരോഗ്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം ഉണ്ടായിരിക്കണം അല്ലെ. നമ്മള് പണ്ട് നഴ്സറികളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ സമീകൃത ആഹാരമൊക്കെ കിട്ടാറുണ്ട്. അത് കിട്ടുന്ന സമയത്ത് അന്ന് നമ്മൾ നല്ല എന്താ പറയാ, നമ്മുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിരുന്നു, നമ്മൾ കുറച്ചും കൂടെ വളർന്നു, നമുക്ക് ഒരുപാട് ബാധ്യതകൾ
വന്നു, നമ്മൾ പ്രാരാബ്ധത്തിലേക്ക് നീങ്ങി. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൈസ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറാതെ നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു ഫുഡിങ് ആ ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ എന്താ പറയാ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. നമ്മുടെ ജോലികളിൽ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്കറിയാം, നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ്. അതുകൂടാതെ തന്നെ ചിലപ്പോൾ ഇതൊരു പാർട്ട് ടൈം ജോബായി കാണുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ഒരു പാർട്ട് ടൈം ജോബിൽ നിന്ന് നാളുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഒരു ഫുൾ ടൈമറായി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ള കാര്യം എന്താണ് 100% ഷുവർ ആണ്. ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമ്മുടെ ബുദ്ധിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വികസിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റെഗുലർ എക്സസൈസ് ആണ്, അല്ലെ? നമ്മളിൽ പലരും മറന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ഏറ്റവും മെച്ചപ്പെടുത്തുക എന്നുള്ളത്, നമ്മൾ ഒരു ഫിറ്റ്നസ് നിലനിർത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാനസിക നിലയിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയിലായിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സഫിഷ്യന്റ് റെസ്റ്റ്. നമ്മള് പല ആൾക്കാരും പറയാറുണ്ട്, നമ്മള് ഞാനും ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് 24/7 നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 24/7 കസ്റ്റമർ സപ്പോർട്ടാണോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സാധാരണ നമ്മൾ ആ ഒരു 24/7 സപ്പോർട്ട് കൊടുക്കേണ്ട ആൾക്കാർ ആരാണ്? നമുക്ക് ചുറ്റിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പെട്രോൾ പമ്പുകളുണ്ട്, അതുപോലെ നമുക്ക് ഫുഡിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു 24/7 വേണ്ടത്. 24/7 എന്ന് പറയുന്ന ആ ഒരു സേവനം വേണ്ടത്. പക്ഷെ ശരിയാണ് അല്ലെ, അവിടെ എന്തുണ്ട്, ആ ഒരു വർക്കിംഗ് ഷെഡ്യൂൾ വെച്ചിട്ട് ഓരോ റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഓരോ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഓരോ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ 2-3 ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ 2-3 തവണ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഓരോ വ്യക്തികളും മാറുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരാളുടെ അടുത്ത് പറയുന്നത് 24/7 എന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം അറിയാം അല്ലെ. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എന്തിനു വേണ്ടി നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഉറങ്ങാൻ പറ്റണം. ഇപ്പൊ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഇവൻ ഞങ്ങളെ ഉറക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണോ എന്ന്. ഒരിക്കലും ആ ഒരു രീതിയിലല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ജോലി ചെയ്യേണ്ട സമയത്ത് നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം, നമ്മൾ വ്യായാമം ചെയ്യേണ്ട സമയത്ത് നമ്മൾ വ്യായാമം ചെയ്യണം, നമുക്ക് ശരീരത്തിലേക്ക് ജലാംശം ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് കൊടുക്കണം, നമുക്ക് വിശ്രമം ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതും കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മാനസികമായിട്ട് ഒരു വികാസം ഉറപ്പുവരുത്താനോ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഉറക്കമൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് ജലദോഷം പോലെയുള്ള പല സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി നമുക്ക് തരും. നമ്മളെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും, ബോഡി നമ്മൾക്ക് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ റെസ്റ്റിംഗ് ടൈമാണ്, നിങ്ങൾ ഈ സമയത്ത് റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്, ഈ സമയത്ത് നിങ്ങൾ എന്ത് വില കൊടുത്തും റെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു എന്ത് ചെയ്യും, റിയാക്ഷൻ ബോഡി നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മതിയായ വിശ്രമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വെള്ളം എന്ന് പറയുന്നത്, ഹൈഡ്രേഷൻ അല്ലെ. നമ്മളെ ശരീരത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജലാംശം നിലനിർത്തി കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ നേടാനും അത്തരത്തിൽ നമുക്കൊരു എനർജി കിട്ടാനൊക്കെ, അതുപോലെ നമ്മുടെ ടോട്ടൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്,
ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിനും ഒരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലെ. നമുക്കൊരു വിളർച്ച ബാധിച്ചതുപോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ബോഡിയിൽ എപ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ജലാംശം നമുക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, അത് നമ്മളെ നയിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ മൈൻഡ് സെറ്റ് അല്ലെ, ഒരു ട്രെയിൻ യുവർ മൈൻഡ് സെറ്റ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് സെറ്റിനെ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ സക്സസിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ലേൺ ഹൗ ടു ഹാർനസ് യുവർ ബ്രെയിൻ പൊട്ടൻഷ്യൽ. നമ്മുടെ ബ്രെയിനിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എന്തൊക്കെയുണ്ട്, കണ്ടിന്യൂസ് ലേണിങ്. നമ്മൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, നേടിയെടുക്കാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിനകത്ത് നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ലേണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതെന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമാണ്. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെ നല്ലൊരു ലീഡർഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ നമ്മുടെ ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത് പഠിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് കൾച്ചർ, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരുപാട് ചലഞ്ചുകൾ എന്ത് ചെയ്യും, ഓവർകം ചെയ്യും അല്ലെ. നമ്മളിപ്പോ ഇരുന്ന് ഒരാൾ നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാല് ആ നെഗറ്റീവ് ആലോചിച്ചിരുന്നിട്ട് നമ്മളും കൂടി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. മറിച്ച് എന്നെ ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാലോ, അത് അയാളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ചീത്ത വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അയാൾക്ക് ചിലപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാവും. ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെ. ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചലഞ്ചിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു നെഗറ്റീവ് ഇല്ലാത്ത വ്യക്തിയായിട്ട് മാറും. നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു നെഗറ്റീവ് എന്നുള്ള ആ ഒരു തോട്ട് നമ്മൾ മാറിയിട്ട് കംപ്ലീറ്റ്ലി പോസിറ്റീവിലേക്ക് നമ്മൾ വരും. ഈ ഒരു രീതിയിൽ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഒരു സക്സസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ഒരു കട്ടിങ് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ പല കാര്യങ്ങളും സംഭവിക്കും. ചിലപ്പോൾ വളരെ അടുത്ത ബന്ധങ്ങളായിരിക്കാം, ഒരു പക്ഷേ അവര് തിരക്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തിരക്കിലായിരിക്കും എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ ബന്ധം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ഒരു ഡിസ്കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻ മാറും. മറിച്ച് നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ട്രസ്റ്റ് ബിൽഡ് ആവും അല്ലേ. അത് നമ്മുടെ ടീമിനകത്താണെങ്കിലും നമ്മുടെ ഫാമിലിക്കകത്താണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റും നമുക്ക് ആ ഒരു നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഡോപ്പമൈനൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ടീമിന് കൊടുക്കുക, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുക, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന, നേരത്തെ നിങ്ങൾ ഉത്തരം പറഞ്ഞ നിങ്ങളെ കുടുംബത്തിന് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായി മാറും, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് മാക്സിമം കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ആവാൻ പറ്റും.
നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർ യുവർ മൈൻഡ് സെറ്റ് അല്ലെ. അൺലോക്ക് ദ പവർ ഓഫ് സൈക്കോളജി ദാറ്റ് ഫോർ ടീം ഗ്രോത്ത്. നമ്മൾ ഒരു ടീമിനെ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബെസ്റ്റ് ആയിട്ട് മാറാൻ പറ്റണം. നമുക്ക് അതിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് മാറും അല്ലെ. നമ്മുടെ ടീമിനെ എന്ത് ചെയ്യാ, അൺലോക്ക് ചെയ്ത് വിടുക. ശരിക്കും പറഞ്ഞാല് അവരെ അൺലോക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അവരെ മാത്രമല്ല നമുക്ക് കറക്റ്റ് ആയിട്ട് അൺലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനെ ഗ്രോത്ത് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതില് നമുക്ക് ഗോൾ സെറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാറ്റ് ബോക്സ് ഓഫ് ചെയ്യാട്ടാ. ഓക്കെ, ഹോസ്റ്റോ കോ ഹോസ്റ്റ് ആവുന്നത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ഗോൾ സെറ്റിംഗ് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ മാസ്റ്റർ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള അത്രയും ഉറപ്പുള്ള ഒരു കാര്യമായിരിക്കണം അല്ലെ. ഇപ്പോ നേടിയെടുക്കാൻ നമുക്ക് മനസ്സിലാക്കുക, പലപ്പോഴും ഞാൻ രത്തൻ ടാറ്റ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് നേടാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യത്തെ നമ്മൾ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു അഫർമേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനു വേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ സാധിക്കില്ല എന്ന് പറയുന്ന എന്തൊരു കാര്യത്തെയും എന്ത് ചെയ്യാൻ പറ്റും, ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ. ഒരിക്കൽ കൂടി പറയാം, ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടാവും. ഇന്ന് എവറസ്റ്റ് കൊടുമുടിയൊക്കെ കീഴടക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വലിയ വലിയ തരത്തിലുള്ള കൊടുമുടികളൊക്കെ കീഴടക്കുന്ന പല ഒരു കാലില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ രണ്ട് കാലില്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് അവർക്ക് അത് കീഴടക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് എന്തുണ്ട്, വ്യക്തമായ ലക്ഷ്യമുണ്ട്. അവരത് നേടിയെടുക്കും. അവർക്ക് രണ്ട് കാലില്ല, അവരുടെ പരിമിതികളെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടെങ്കിൽ ആ പരിമിതികളെ അവരെന്ത് ചെയ്യും, മറികടന്നുകൊണ്ട് എന്റെ ലക്ഷ്യമാണ് എനിക്ക് എന്റെ പരിമിതികളെക്കാൾ വലുത് എന്നുള്ളൊരു തോട്ട് ഉണ്ടായി കഴിഞ്ഞാല് 100% അവരെന്ത് ചെയ്യും, അത് ആ ഗോള് നേടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് അവരൊരു പുതിയ റൂട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു റൂട്ടിൽ പോയി കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു വഴികാട്ടിയായി മാറാൻ സാധിച്ചു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടീമിലുള്ള ആൾക്കാരും എന്ത് ചെയ്യും, അതിനെ സ്വീകരിക്കാൻ തയ്യാറാവും അല്ലെ. പിന്നെ വേണ്ടത് എന്താണ്, ഒരു സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമ്മളിൽ പലർക്കും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൽഫ് ഡിസിപ്ലിനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ. ആ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ ആ ഉത്തരവാദിത്തത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥിരത കൈവരിക്കുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലൊരു സ്ഥിരത കൈവരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റെസിലിയൻസ്, പ്രതിരോധ ശേഷി അല്ലെ. നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാ നിലയിലും നമ്മുടെ മൈൻഡിനെ ആ ഒരു രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ ഞാൻ മറികടക്കും. എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെ ഞാൻ മറികടക്കും. ഒരു പക്ഷെ ഞാൻ ഇന്ന് വീണ് പോയേക്കാം, പക്ഷെ നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അതിൽ നിന്ന് ഒരു റിക്കവർ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അതിനെ ഞാൻ കൂടുതലായിട്ട് എനർജറ്റിക് ആയി മാറിക്കൊണ്ട് കൂടുതലായിട്ട് ശക്തമായ ഒരു തിരിച്ചുവരവിന് തയ്യാറാകുമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് അല്ലെ. നമ്മുടെ മാനസിക മാറ്റങ്ങൾ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യുക, കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, പരിശീലിക്കുക. ഇപ്പോ ഇവിടുന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ നമുക്ക് 7 AM ക്ലബിലൂടെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഓരോ ദിവസവും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടാറുണ്ട്. ഈ എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലൊക്കെ നമുക്ക് എന്തുണ്ട്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള, നമ്മള് ഒരു ഇടുങ്ങിയ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന, നമ്മുടെ നാടിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോട് കൂടിയിട്ട് നമുക്ക് ഇതൊന്നുമല്ല ലോകം, ഇതിനേക്കാൾ ഒരുപാട് ലോകങ്ങളിലൊക്കെ സഞ്ചരിക്കാനുണ്ട് എന്നുള്ള ഒരു ചിന്ത വരികയും ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തില് നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ റൂട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു ചെസ്സിന്റെ അല്ലെ,
ചെസ്സിന്റെ ചിത്രം കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരുപാട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇവിടെ ഏറ്റവും സ്ട്രാറ്റജി യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്ന നിലയിൽ അതുകൊണ്ടാണ് ഞാനിവിടെ ചെസ്സിന്റെ പിക്ചർ ഇട്ടിട്ടുള്ളത്. ഇൻഫ്ലുവൻസ് പ്രിൻസിപ്പൾസ് ഫോർ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് സക്സസ് അല്ലെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ വിജയത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് തത്വങ്ങളുണ്ട്. നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു ശരിയായിട്ടുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിന്റെ പ്രകടനത്തെ ശക്തിപ്പെടുത്തണം. ഒരുപാട് തത്വങ്ങൾ, ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മുടെ കൈകളിൽ ഉണ്ടാവും. ആ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ലൈക്ക് നമ്മുടെ എംപവർ ഇന്റർനാഷണലില് നമുക്ക് തന്നിട്ടുള്ള കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് അത് എംപവറിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അത് എംപവറിന്റെ ഹോൾ ടീം എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. എംപവറിന്റെ ഫാസ്റ്റ് ട്രാക്കും അതുപോലെ തന്നെ അതിന്റെ കിങ് മേക്കേഴ്സ് എന്ന് പറയുന്ന ഇവിടെ ഒരുപാട് രാജാക്കന്മാരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ രാജാക്കന്മാരെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കിങ് മേക്കേഴ്സിന്റെ ഉത്തരവാദിത്വം അവരെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളൊരു കൂട്ടായ തീരുമാനത്തിലൂടെ മാത്രം എടുത്തത് കൊണ്ട്, ശരിയായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഒരു കോണ്ടസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ആ രീതിയിൽ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടീമിന്റെ എന്ത് ചെയ്യും, പ്രകടനങ്ങള്, നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് യാത്രയിൽ ഒരുപാട് പുതിയ പുതിയ കണ്ടെത്തലുകൾക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കാര്യം സാധിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ഡെയിലി ആക്ഷൻസ് ഫോർ സക്സസ് അല്ലെ. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു ഇമേജ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു റിലേയുടെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എത്തരത്തിലുള്ള ബിസിനസ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറിക്കൊണ്ട് പോകേണ്ട ഒരു സാധനമാണ്. അത് ആ രീതിയിൽ പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സക്സസ് ലൈഫിലേക്ക് എത്താൻ പറ്റുന്നത് അല്ലെ. ആ ഒരു രീതിയിൽ സക്സസ് ലൈഫിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൾട്ടിവേറ്റിംഗ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു രീതിയിൽ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് ശരിക്കും പറഞ്ഞാല് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ദിനചര്യകളിൽ ഉൾപ്പെടുത്തണം. അതിൽ പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ 7 AM പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഗോൾസും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ വിഷ്വലൈസിങ് സക്സസ് അല്ലെ. നമ്മളിപ്പോ ഒരു ഐഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഐഫോൺ നമ്മുടെ കൈകളിൽ ഉണ്ട്, ആ ഐഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നമ്മളൊരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാർ നമ്മുടെ സ്വപ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കാർ ഒരു മെഴ്സിഡസ് ബെൻസോ അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സോ അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഇഷ്ടം ഏത് കാറായാലും ആ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നതായിട്ടും ആ വീട്ടിനകത്ത് അതിന്റെ ഒരു ബാൽക്കണിയിൽ ഇരിക്കുന്നതും അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇരിക്കുന്നതും ഒക്കെ, അതിലിരുന്ന് പുസ്തകം വായിക്കുന്നതും അത്തരത്തിലൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നേടിയെടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന ലെവലിലേക്ക് അത് മാറും. പോസിറ്റീവ് ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യുക, സ്ഥിരീകരിക്കുക. അതുപോലെ തന്നെ സ്ഥിരമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഇടയിൽ വീണ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിലേക്ക് പറയാറുണ്ട്, ഒരു ആവേശത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ ഓടിയത് കൊണ്ട് കാര്യമില്ല, ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് ഒന്നും തരാത്തത്. മോട്ടിവേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് വണ്ടി പണ്ടൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, പെട്രോൾ വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചോക്കിലിട്ട് പോകും അല്ലെ. ആ ചോക്കിലിട്ട് പോകുന്നത് എന്തിനാണ്, ആ ഒരു സമയത്ത് അതിന് ഭയങ്കര പവർ ആയിരിക്കും, പെട്ടെന്ന് അത് എത്തും. പക്ഷെ ഇടയിൽ അത് നിന്നു പോകും.
നേരെ മറിച്ച് നമ്മൾ അതിന് പകരം ആ വണ്ടിയിൽ നമ്മൾ മുഴുവനായിട്ട് ഇന്ധനം ഒഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്തിലേക്കുള്ള ഇന്ധനം ഒഴിച്ചിട്ടാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു ഭയപ്പാടും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് മനോഭാവത്തോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത്തരത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്കൊരു വളർച്ചാ മനോഭാവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ വരുമ്പോഴേ നമ്മുടെ അവസരങ്ങളിലേക്ക് നമുക്ക് സ്വയം എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ വെല്ലുവിളികളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വ്യക്തികളും മാറാൻ സാധിക്കണം. ഇവിടെ ഞാൻ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, റിഗ്രറ്റ്. ചിത്രത്തിനെ കുറിച്ച് ആദ്യം പറയാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും കൈകളിലെ മനോഹരമായിട്ടുള്ള ബിറ്റ് കോയിൻ എന്തുണ്ട്, ഇരിക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ 2009 ജസ്റ്റ് ഒരു $1, അതായത് അന്നത്തെ ഇന്ത്യൻ മണി 60 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു 1300 ബിറ്റ് കോയിൻ സ്വന്തമാക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളൊരു 1500 കോടിയോളം രൂപ അസറ്റുള്ളൊരു വ്യക്തിയായിട്ട് മാറാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഒരു പക്ഷെ അറിഞ്ഞിട്ട് ഒരു ഉടായിപ്പാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ പോയത് കൊണ്ടോ നമുക്ക് നഷ്ടപ്പെട്ടത് അന്നൊരു 60 രൂപ ചിലവാക്കി കിട്ടേണ്ടിയിരുന്ന ബിറ്റ് കോയിനുകളാണ്. പക്ഷെ ഇന്ന് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ്. അപ്പോ അന്ന് നമുക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞത് മുതൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് ബിറ്റ് കോയിൻ വാങ്ങി വെക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അതും അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഈ കോയിൻ ഫോർജ് പോലെയുള്ള പ്രോഗ്രാമുകളുടെ ടോക്കൺസ് നമുക്ക് ഇപ്പോ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും മേ ബി ഒരു ബിറ്റ് കോയിനോളം എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കോയിൻ ഫോർജിന്റെ ടോക്കണിന് തരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് അതൊരു ഫ്രീ ഓഫ് ടോക്കൺ ആയിട്ട്, ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, നിങ്ങളൊരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇന്ന് അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അല്ലെ. അത് നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റിയോട് അൺലിമിറ്റഡ് ആയിട്ട് പറയുന്നത് എന്നുള്ളതിന്റെ കാരണം നമുക്ക് ഏകദേശം 20 കോടിയോളമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ അഫിലിയേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു 15 കോടിയോ ഒരു 5 കോടിയോ എന്നുള്ള നിലയിലാണ് അവർ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ വൈറ്റ് പേപ്പർ ഒക്കെ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ടോക്കൺസ് എംപവർ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് പിറ്റ് ഫോൾസ് ടു അവോയ്ഡ് അല്ലെ, നമ്മൾ ഒഴിവാക്കേണ്ട കുറെ അപകടങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്താണ്, നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ മോശമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്നുള്ള നിലയിലൊക്കെ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്നുള്ളൊരു സത്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. പല വ്യക്തികളുടെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവര് പല തരത്തിലുള്ള കെണികളിൽ പെട്ടുപോകും അല്ലെ. ഇപ്പൊ നമ്മളിവിടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് നമുക്കറിയാം ഇവിടെ ഒരു ആക്റ്റീവ് ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വേറൊരാൾ വന്നിട്ട് പറയാണ്, ഒരുപാട് പേര് നമുക്ക് ഇപ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റി ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബന്ധങ്ങളും പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണേ, അതെ നമുക്ക് 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാല് ഡെയിലി 1000 രൂപ കിട്ടുന്ന ഒരു സാധനമുണ്ട്, നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ കെണിയിൽ വീഴും. ആ കെണിയിൽ വീഴുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക അത് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവില്ല, അത് വളരെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള കെണികളിലൊക്കെ നമ്മൾ വീഴാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കെണികളിൽ മാത്രം വീഴുന്ന വ്യക്തികളായിട്ട് മാറും. പകരം നമ്മൾ നമ്മുടെ ഒരു ബുദ്ധി, നമ്മുടെ മൈൻഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് പലരും 7am ക്ലബ്ബ് പോലും അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പലരും ഒരു ഫിസിക്കൽ മീറ്റിംഗും അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് അവര് ഇതേപോലെ തന്നെ പാതി വഴിയിൽ വീണു പോവാതെ അവരെ നമ്മൾ ചേർത്ത് നിർത്തണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, അവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. ആ പരാജയത്തിന്റെ കാരണക്കാരായിട്ട് നമ്മൾ മാറും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ അവർക്കൊരു മെന്റർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അവരെ ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തിയാക്കി മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നമുക്ക് കൃത്യമായിട്ട് അവർക്കൊരു ട്രെയിനിങ് സെഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ട്രെയിനിങ് സെഷൻ നമ്മൾ എന്ത് ചെയ്യുക, വളരെ മനോഹരമായിട്ട് കൊടുക്കുക. ഇത്തരത്തിലുള്ള വെല്ലുവിളികളെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പരസ്പരം സപ്പോർട്ടിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്കകത്ത് നമുക്ക് വിജയിക്കാനുള്ള അവസരമുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനെ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ 100% ഞാൻ പറയുന്നു, നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള മാറ്റങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും അല്ലെ. നമ്മള് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ജനിച്ചു ജീവിച്ചു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മുടെ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ആശയങ്ങൾ ഒരുപാട് വ്യക്തികളെ ഏറ്റെടുക്കണം. നമ്മുടെ ആശയങ്ങൾ ഒരുപാട് വ്യക്തികളെ ഏറ്റെടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആശയങ്ങൾ മരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ആ ആശയങ്ങൾ ജസ്റ്റ് നമ്മൾ അവതരിപ്പിച്ചാൽ മാത്രം പോരാ, ആ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കാൻ സാധിക്കണം. അത്തരത്തില് നിങ്ങൾ ഓരോ വ്യക്തികളുടെയും ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ. അത്തരത്തിൽ നിങ്ങളുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നേടാൻ സാധിച്ചാൽ മാത്രമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പലരും നമ്മൾ പറയാറുണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അല്ലെ. നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുക. ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒന്നിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിന്തിക്കില്ല, ശരിയല്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിനും അത് നമ്മുടെ സമൂഹത്തിനും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത്, നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തികളെ സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്ന വ്യക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് വിജയങ്ങൾ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.